all and welcome to yet another interesting session with English Ladder. അതിനു മുമ്പ് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യട്ടെ. നിങ്ങളുടെ ന്യൂ ഇയർ അടിപൊളി ന്യൂ ഇയർ ആവട്ടെ. എല്ലാവരും കുറച്ച് റെസൊല്യൂഷൻസും ഡ്രീംസൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും അല്ലേ? റെസൊല്യൂഷൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ റെസൊല്യൂഷൻസ് എന്താണെങ്കിലും അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയട്ടെ. അപ്പം അത് പല റെസൊല്യൂഷൻസ് നമ്മൾ എടുക്കാറുണ്ടല്ലേ. അതിൽ ചിലർക്കാണെങ്കിൽ ചിലപ്പം ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവുക എന്നുള്ളതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് നിങ്ങളുടെ വിഷസ് എങ്കിൽ ലുക്ക് നോ ഫർദർ, ഇംഗ്ലീഷ് ലാഡർ ഇസ് ഹിയർ. ഞങ്ങൾ എന്തായാലും നിങ്ങളെ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആക്കാനും നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനും ഞങ്ങൾ എന്തായാലും സഹായിക്കും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു കമ്മ്യൂണിക്കേഷൻ ഇല്ലേ. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് കേൾക്കാൻ കഴിയണം അല്ലേ. നല്ലതായിട്ട് നമ്മൾ കേൾക്കണം. അപ്പുറത്തെ ആൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ തിരിച്ചൊരു കാര്യം പറയാം. അപ്പം കേൾക്കാൻ കഴിയുക എന്നുള്ളത് നല്ലൊരു ലിസ്ണർ ആവണം അല്ലേ. ഇനി ചിലപ്പോൾ ഒക്കെ നമ്മൾ കേൾക്കുമ്പം ചിലപ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് മനസ്സിലാവാറില്ലായിരിക്കും, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ എന്തായിരിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാരണം നമുക്ക് ചിലപ്പോൾ ആ ആളിനോട് ഇത് റിപ്പീറ്റ് ചെയ്യുമോ എന്ന് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ പൊളൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വിതൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നോർമലി മലയാളത്തിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു കാര്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയാം, എന്തോന്ന് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. പക്ഷേ അതൊട്ടും പൊളൈറ്റ് അല്ലല്ലേ. ഈ കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. വാട്ട് എന്ന് ചിലർ ചോദിക്കാറുണ്ട്, ബട്ട് ദാറ്റ് ഡസൻറ്റ് സൗണ്ട് പൊളൈറ്റ് അല്ലേ. നമുക്ക് എങ്ങനെ പൊളൈറ്റ് ആയിട്ട് ഒരാളോട് റിപ്പീറ്റ് ചെയ്യാൻ പറയാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. ദ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സിറ്റുവേഷൻ ആണ്. അപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ എന്തോ പറഞ്ഞത് കേട്ടില്ല, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ എന്തോ കേട്ടില്ല എന്നൊക്കെയുള്ള കുറച്ച് സിറ്റുവേഷൻസ്, ജനറൽ ആയിട്ടുള്ള കുറച്ച് കാഷ്വൽ സിറ്റുവേഷൻസ് വരുമ്പം നമുക്ക് പറയാവുന്ന കുറച്ച് ഫ്രേസസ് ആണ് സോറി. ഓക്കെ, സോറി, എക്സ്ക്യൂസ് മീ, പാർഡൺ, കം അഗൈൻ. ഓക്കെ, സോറി, എക്സ്ക്യൂസ് മീ, പാർഡൺ, കം അഗൈൻ. ഓക്കെ, സെക്കൻഡ് സിറ്റുവേഷൻ നോക്കിയാലോ. ചിലരുണ്ടല്ലേ വെച്ചടിച്ച പോലെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും അല്ലേ. ഇപ്പം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നല്ല, ചിലപ്പോൾ അവർ അടുത്തറിയുന്നവർക്ക് മാത്രം അത് ഫോളോ ചെയ്യാൻ പറ്റുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വർത്തമാനം പറയുന്നവരോട് നമുക്ക് ഒന്ന് മെല്ലെ സംസാരിക്കുമോ, ഒന്നും മനസ്സിലായില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇവിടെ നമുക്ക് പറയുന്ന ഒരു ഫ്രേസാണ് സോറി, കുഡ് യു പ്ലീസ് സ്പീക്ക് മോർ സ്ലോലി. ഓക്കെ, സോറി, കുഡ് യു പ്ലീസ് സ്പീക്ക് മോർ സ്ലോലി. ഓക്കെ, അപ്പം ഇനി മറക്കണ്ട, ഈ ചടപടാന്ന് വർത്താനം പറഞ്ഞു പോകുന്നവരോട് നമുക്ക് ഇത് പറയാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു തേർഡ് സിറ്റുവേഷൻ. ഞാൻ നേരത്തെ ഒരു ജനറൽ സിറ്റുവേഷൻ പറഞ്ഞായിരുന്നല്ലേ, വീണ്ടും ഒരു ജനറൽ സിറ്റുവേഷൻ പറയുകയാണ് വേ യു ക്യാൻ സൗണ്ട് മോർ പൊളൈറ്റ്. സോ ഹൗ ഡു യു ഡു ദാറ്റ്? ഇവിടെ പറയാവുന്നത് വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് പ്ലീസ്. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് പ്ലീസ് എന്ന് പറയാം. അല്ലെങ്കിൽ യു ക്യാൻ സേ could you please say that again. Could you please say that again. Okay, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ് ടു ആഡ് എ പ്ലീസ് ഓവർ ദെയർ ബിക്കോസ് യു ആർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു സൗണ്ട് പൊളൈറ്റ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം. നാലാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ദൂരെ നിൽക്കുകയാണ്, എന്നിട്ട് ദൂരെ നിന്നിട്ട് നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്, നമുക്ക് അങ്ങനെ കേൾക്കാൻ കഴിയുന്നില്ല. അപ്പം അവരെ വോയിസ് ഒട്ടും മനസ്സിലാവുന്നില്ല, അവരെന്തി പറയാൻ ശ്രമിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരോട് ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയണം അല്ലേ. സോ ഹൗ ഡു യു സേ ദാറ്റ്? അപ്പോൾ നമുക്ക് പറയുന്നൊരു കാര്യമാണ് ഐ കാൺട്ട് ഹിയർ യുവർ വോയിസ്. ഐ കാൺട്ട് ഹിയർ യുവർ വോയിസ്. കുഡ് യു റിപ്പീറ്റ് ദാറ്റ്? കുഡ് യു റിപ്പീറ്റ് ദാറ്റ്? ഐ കാൺട്ട് ഹിയർ യുവർ വോയിസ്. കുഡ് യു റിപ്പീറ്റ് ദാറ്റ്? ഓക്കെ, മൂവിങ് ഓൺ ടു ദ ഫിഫ്ത്ത് സിറ്റുവേഷൻ. ഈ ഫിഫ്ത്ത് സിറ്റുവേഷനിൽ നമ്മളോട് ഒരാളൊരു കാര്യം പറഞ്ഞു, നമുക്കത് പ്രത്യേകിച്ച് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടും നമുക്കത് അങ്ങോട്ട് അത്രയും ക്ലിയർ ആയിട്ടില്ല. സോ ഹൗ ഡു യു ആസ്ക് ദം ടു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ? ഇവിടെ നമുക്ക് പറയാവുന്നതാണ് സോറി, ഐ മിസ്ഡ് ദാറ്റ് അഗൈൻ. Could you repeat it one more time, please? Sorry, I missed that again. Could you repeat it one more time, please? Okay? The sixth situation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടല്ലേ, സൂം മീറ്റിംഗ്സ്, ഗൂഗിൾ മീറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ വോയിസ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ, ബിക്കോസ് ഒബ്വിയസ്ലി യു നീഡ് ദ വോയിസ്, റൈറ്റ്? സോ ഇവിടെ വോയിസ് ക്ലിയർ ആയിരിക്കണം അല്ലേ, നന്നായിട്ട് മനസ്സിലായെങ്കിൽ മാത്രം നമുക്ക് ആ മീറ്റിംഗ് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മുടെ വോയിസ് കേൾക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ക്ലാരിറ്റി കുറവായിരിക്കും വോയിസിന്. ഇവിടെയൊക്കെ നമുക്ക് എന്തായിരിക്കും പറയാൻ കഴിയുക? കേൾക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ യുവർ വോയിസ് ഇസ് നോട്ട് ഓഡിബിൾ. യുവർ വോയിസ് ഇസ് നോട്ട് ഓഡിബിൾ. ഓക്കെ, ചില സിറ്റുവേഷൻസിലാണെങ്കിലോ വോയിസ് എന്താ പറയുക, ചിലപ്പം കേൾക്കും കേൾക്കില്ല, ആ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം വരും അല്ലേ. അവിടെ യു ക്യാൻ സേ യുവർ വോയിസ് ഇസ് ബ്രേക്കിംഗ്. യുവർ വോയിസ് ഇസ് ബ്രേക്കിംഗ്. അപ്പോൾ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ യുവർ വോയിസ് ഇസ് നോട്ട് ഓഡിബിൾ. എന്തെങ്കിലും ബ്രേക്സ് ഒക്കെ ഇടയ്ക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ഫ്ലോ കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ സേ യുവർ വോയിസ് ഇസ് ബ്രേക്കിംഗ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊരു കാര്യം പറഞ്ഞു, പക്ഷെ നമുക്കത് ഒട്ടുമേ മനസ്സിലായിട്ടില്ല. കേട്ടിട്ടില്ല എന്നുള്ളതല്ല കേട്ടോ, നമുക്കത് മനസ്സിലേ ആയിട്ടില്ല. സോ ഹൗ ഡു യു ആസ്ക് ദ പേഴ്സൺ ടു റിപ്പീറ്റ് ഇറ്റ്? ഇൻ ദിസ് സിറ്റുവേഷൻ യു ക്യാൻ സേ സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. കുഡ് യു പ്ലീസ്
repeat it? Could you please repeat it? Okay? Clear അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് നമുക്ക് ഡെയിലി ലൈഫിൽ തന്നെ ഫേസ് ചെയ്യാൻ വരേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഓഫീസിലാണെങ്കിലും എവിടെ വീട്ടിലാണെങ്കിലും വേറെ യു ഹാവ് മീറ്റിംഗ്സ് ഓൾസോ. അപ്പോൾ എവിടെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ ഡോണ്ട് ഫർഗെറ്റ് വാട്ട് വി സ്റ്റഡീഡ്. ഈ യൂസേജസ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. And I think it will make you a better communicator. So yeah, that's it for today. We will be back again with some more interesting videos. നിങ്ങൾ ഇതുവരെയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു നോട്ട് ഫർഗെറ്റ് ടു ഡു ദാറ്റ് ബിക്കോസ് വി ആർ കമ്മിങ് വിത്ത് ഹീപ്പ് ലോഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ്. ഓൾസോ ഞങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ആർ ഓൺ. സോ പ്ലീസ് കം ആൻഡ് ജോയിൻ. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. സോ ഇഫ് യു ഹാവ് എനി എൻക്വയറീസ് യു ക്യാൻ പ്ലീസ് കോൾ us on that number and I'll see you in my next video. Till then, bye bye.